നിങ്ങൾ 10 മണിയാകുമ്പോ ഡ്യൂട്ടി തുടങ്ങി 5 മണിയാകുമ്പോഴേക്ക് തീരും. ഞങ്ങള് 4 മണി മുതൽ നട്ടപ്പാതിര വരെ. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വീക്കില് ഞങ്ങൾക്ക് അതും ഇല്ല. അതിന് പുറം നിങ്ങൾക്ക് ലീവ് പബ്ലിക് ഹോളിഡേ എന്തൊക്കെ മോർ ആൻഡ് മോർ. ഞങ്ങൾക്ക് നിങ്ങൾക്ക് ജോലി ചെയ്ത സാലറി അലവൻസ് ബോണസ് ഞങ്ങൾക്ക് നത്തിങ്. എടി ഞാനത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാനേ ബികോം പഠിച്ച ആളാ. നിങ്ങൾ ചെയ്യണ ജോലി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒരൊറ്റ ദിവസം ഈ വീട്ടിലുള്ള മുഴുവൻ ജോലികളും ചെയ്യോ? ഒരു ചായ തിളപ്പിക്കാൻ കഴിയോ? വേണ്ട. ഒരു കറിയില് പാകത്തിന് ഉപ്പിടാൻ കഴിയോ? സ്വന്തം അണ്ടർവെയർ വൃത്തിക്ക് അലക്കാൻ കഴിയോ നിങ്ങൾക്ക് മനുഷ്യ? പോലോടി നീ കുളിയുന്നൊന്നും ഇല്ലേ? എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. അത് 3 നേരം കുളിക്കാറുണ്ട് വെച്ചല്ലേ. നീ വീട്ടുവേലക്കാരിയായിട്ടല്ലേ നിന്ന് ഇവിടെ ഒരു അംഗത്തിനെ പോലെ വേണം നിൽക്കാൻ. അപ്പൊ ഞാൻ ഇടുന്ന പോലെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ടോട്ട് വേണം ഇവിടെ നിൽക്കാനായിട്ട്. എനിക്ക് നല്ല പറ്റിയ ഡ്രസ്സ് കുറച്ച് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തോളൂ. അല്ല കൊച്ചമ്മ അത് വേണ്ട. അത് നീ ഒന്നും പറയണ്ട. നീ നാളെ മുതൽ അത് ഇട്ടോണ്ട് പോ. ഇതെല്ലാം ഒരുപാട് പഴകിയ ഡ്രസ്സൊന്നും ഇല്ല. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തതാ. നോക്കി ഇത് കൊറേ ഉണ്ടല്ലോ. നോക്കി ഇതെല്ലാം നല്ല നല്ല ഡ്രസ്സുകളല്ലേ. ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എന്നെ പോലെ തന്നെ നീ ഇവിടെ നിന്ന് പണിയെടുക്കണം. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് വേണ്ട കൊച്ചമ്മ. അതെന്താടി ഞാൻ തന്നെ കൊണ്ടാണോ? അയ്യോ അല്ല, കൊച്ചമ്മ തന്നോണ്ട് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അതെ, കൊച്ചമ്മയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഈ അടുക്കളയിൽ ഇത് ഞാൻ ജോലി എടുത്താലേ കൊച്ചമ്മയാണെന്ന് വിചാരിച്ച് ഇവിടുത്തെ മുതലാളി എന്നോടൊരു കൊച്ചു വർത്താനം പോലും പറയാൻ പറ്റൂല. വെറുതെ എന്തിനാണ് ഞങ്ങള് തമ്മിലുള്ള എന്റർടൈൻമെന്റ് ഞാനായിട്ട് ഇല്ലാണ്ടാക്കണേ? എനിക്ക് വേണ്ടേ. ഈ ഗുളികയൊന്ന് കഴിച്ചേ. കഴിച്ചേ, പിടിച്ചേ. ആദ്യം കഴി. എന്ത് ഗുളിക? ചേട്ടാ കഴിക്കാൻ പറഞ്ഞ കഴിക്കോ. ആ വെള്ളം കൊണ്ട് എന്തോ എന്തില്ലാന്ന് പറയാൻ വയ്യ. നാളെ എക്സ്പയറി ഡേറ്റ് കഴിയും. അതിലൂടെ വാങ്ങിച്ചായിരിക്കും ഉമ്മ കളയുന്നുണ്ട്. ചേട്ടൻ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ? ചേട്ടൻ ആദ്യമായിട്ട് എന്നെ കണ്ടത് എവിടെ വെച്ചാന്ന് ഓർമ്മയുണ്ടോ? ഓ നമുക്ക് മറക്കാൻ പറ്റുമോ? റെയിൽവേ ട്രാക്കിൽ വെച്ചല്ലേ? ആ കള്ളൻ മറന്നിട്ടില്ല. എന്നാ ട്രെയിനങ്ങ് കയറി ചത്താ മതിയായിരുന്നു. 18 വർഷത്തെ നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയരഹസ്യം എന്താണ്? ഞങ്ങള് ഇതങ്ങനെ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങളിത് ഷെയർ ചെയ്യുന്നത്. ഞങ്ങള് കല്യാണം കഴിച്ച ആ ദിവസം തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങൾ, വലിയ തീരുമാനങ്ങൾ വന്നാലും അത് ചേട്ടൻ തീരുമാനം എടുക്കും. എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിന്റെ തീരുമാനം ഞാൻ എടുക്കും. അങ്ങനെ ഈ 18 വർഷത്തിന്റെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ഓരോ തീരുമാനങ്ങൾ വരുമ്പോഴും ഞാൻ ചോദിക്കും, മോളെ ഇതൊരു വലിയ തീരുമാനമാണോ അതോ ചെറിയ തീരുമാനമാണോ? അപ്പോൾ അവള് പറയും, ഇല്ല ചേട്ടാ ഇതൊരു വളരെ ചെറിയ തീരുമാനമാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതം ഞങ്ങൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതെ അതെ അതെ. പാട്ട് പാടുവോ? ഞാൻ പാട്ട് പാടത്തില്ല. പാടൂലേ? പക്ഷെ ഞാൻ എഴുതും. എങ്ങനെ? അതായത് ഈ സിനിമ ഗാനങ്ങളൊക്കെ ഇല്ലേ, അത് ഞാൻ വാട്സപ്പിനകത്ത് ഓരോരുത്തർക്ക് ഓരോ സിനിമ പാട്ടുകളുടെ വരികൾ എഴുതി കൊടുക്കും. ആണോ? ഏത് വരി? അതായത് ഇപ്പൊ ഒരു പെണ്ണ് പക്ഷെ ഞാനിപ്പോ നിർത്തി. അതെന്താന്ന് വെച്ചാൽ ഒരു പെണ്ണ് ഞാനൊരു പാട്ടിങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാണല്ലോ. ഇപ്പൊ ഒന്നു തൊടാനുള്ളിൽ തീരാമോ അങ്ങനെ പാട്ടില്ലേ, അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പം ഒന്നു തൊടേന്നുള്ള തീരാമോ അങ്ങനെ ആയിപ്പോയി. അയ്യോ. അപ്പൊ അവിടെ ആങ്ങളമാര് വന്ന് എന്റെ എഴുത്തൊക്കെ അങ്ങ് നിർത്തി. സാരമില്ല, ഇനി തൊടേന്നുള്ളുമ്പോ ശ്രദ്ധിക്കണേ.